നമസ്കാരം, എല്ലാവർക്കും പ്രേമാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മത്തി കുടംപുളി ഇട്ട് വെച്ചതാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക്. സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ബട്ടൺ അമർത്തുക, ഓൾ എന്നുള്ള ഓപ്ഷൻ അമർത്തുക. അപ്പോൾ നമ്മളിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ചാള ഏകദേശം ഒരു 1/2 കിലോനോളം അടുപ്പിച്ചുണ്ട്. വെട്ടി കഴുകി വൃത്തിയാക്കി എടുക്കണം. അതിൻ്റെ അകത്തൊക്കെ നോക്കണം. പിന്നെ കറുപ്പ് ബ്ലാക്ക് കളറിലുള്ളതെല്ലാം എടുത്ത് കളയണം വൃത്തിയായിട്ട്. അത് തക്കാളി, ഒരു തക്കാളി, ഒരു പച്ചമുളക്, കുറച്ച് സവാള, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്, കുരുമുളക് പൊടി. ഇത് കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചേക്കണതാണ്. ആവശ്യത്തിന് ഉപ്പ്, പിന്നെ മല്ലിപ്പൊടി 1 ടീസ്പൂണ് മല്ലിപ്പൊടി, ഞാൻ 2.5 ടീസ്പൂണ് മുളക് പൊടി, ലേശം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വെള്ളത്തിനകത്ത് പേസ്റ്റ് രൂപത്തിലാക്കി വെച്ചിരിക്കുകയാണിത്. കാരണം ഇത് എണ്ണയിലിട്ട പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്യണത്. ഇത്രയാണ് ഇതിൽ വേണ്ടുന്ന സാധനങ്ങൾ. പിന്നെ കുക്കിംഗ് ഓയിലും. നമുക്ക് സ്റ്റൗ എത്തിച്ച് ചട്ടി വയ്ക്കാം. ഇനി ഇതൊന്ന് ചൂടാവട്ടെ. ഇതിനകത്തുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി ചൂടാവട്ടെ. ഇതിലെ വെള്ളമെല്ലാം പോയിട്ടുണ്ട്. നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാവട്ടെ. എണ്ണ ചൂടായി സവാള ഇട്ട് കൊടുക്കാം. സവാള ആയി വരുമ്പോൾ നമുക്ക് ഓരോ സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. ചാള മുളകിട്ട ചാളക്കറിയാണ്. ഒന്ന് റെഡിയായി വരുന്നുണ്ട്. നല്ല പരുവത്തിലായി വരുന്നുണ്ട്. നമുക്കിതിലേക്ക് ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ആ പച്ചമണം മാറട്ടെ. ആദ്യം വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റ് ഇട്ട് അത് അടി പിടിക്കും. പെട്ടെന്ന് അങ്ങ് അടി പിടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ സവാളയുടെ കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ അത് അടി പിടിക്കില്ല. ആവശ്യത്തിന് നല്ല മൂപ്പായി കിട്ടും ചെയ്യും. ഇപ്പം ഏകദേശം മൂപ്പായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ കുടംപുളിയുടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. മുളക്, കാശ്മീരി മുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും പേസ്റ്റാക്കി വെച്ചിട്ടുള്ള, ലേശം വെള്ളത്തിനകത്ത് ചാലിച്ച് പേസ്റ്റാക്കി വെച്ചിട്ടുള്ളതാണ്. അതും കൂടെ നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ വഴന്ന് വരട്ടെ. ഏകദേശം മൂത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നന്നായി മൂക്കണം. എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ എണ്ണയിൽ നിന്നും ഈ പാത്രത്തിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് വരുന്നൊരു പരിവാകുമ്പോഴാണ് ഇത് കറക്റ്റ് പാകമായി എന്നുള്ളത് നമ്മൾ അറിയുന്നത്. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കാരണം വെളുത്തുള്ളി ഇഞ്ചിയുടെയൊക്കെ പേസ്റ്റ് ചേർത്തിട്ടുള്ളതാണ്. ഇപ്പോൾ പാത്രത്തിൽ ഒട്ടി പിടിക്കും. അല്ലെങ്കിൽ നല്ല ചുവപ്പ് കളറായിട്ടിരിക്കണുണ്ടാവും. വിട്ട് പോന്നിട്ടുണ്ട് നമ്മുടെ ചട്ടിയിൽ നിന്ന്. ഇങ്ങനെ ഇപ്പോൾ ഏകദേശം പരുവായിട്ടുണ്ട്. പാത്രത്തിൽ നിന്ന് വിട്ട് പോരുന്നൊരു പരുവായിട്ടുണ്ട്. ഉണ്ടാകും. നമുക്കിതിനകത്ത് കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കാം. തക്കാളി ഇട്ട് ഒന്ന് ഇളക്കിയിട്ട് നമ്മുടെ ഈ ഇതുണ്ടല്ലോ കുടംപുളി നമ്മളിട്ട് വെച്ച ആ വെള്ളം അതാദ്യം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ബാക്കി വെള്ളം ചേർത്താൽ മതി ആവശ്യാനുസരണം.
ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പാണ്. ഉപ്പ് നോക്കിയിട്ടത് അവരവരുടെ, ചിലവർക്ക് ഉപ്പ് ഇത്തിരി കൂടുതൽ വേണമെന്നുണ്ടാവും, ചിലവർക്ക് കുറവ് മതി എന്നുണ്ടാവും. അപ്പോൾ അത് അവരവരുടെ ആവശ്യാനുസരണം വേണം ഉപ്പിട്ട് കൊടുക്കാൻ. പിന്നെ ഇതിനകത്തോട്ട് 2 കറിവേപ്പിലയും കൂടി ഇടാം. ഇത് ഇനി ഒന്ന് തിളയ്ക്കണം. ആ തള വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ ചാളയിടാം. നമ്മുടെ ഈ ഗ്രേവി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ പെറുക്കിയിടാം. ആദ്യം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, പിന്നെ ഇളക്കാൻ നിൽക്കരുത്. കാരണം ഇത് പൊടിഞ്ഞു പോകും ചിലപ്പോൾ. അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് ഇളക്കിയിട്ട് പിന്നെ ഇളക്കരുത്. പിന്നെ ഇളക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് ഈ ചട്ടിയോടക്കനെ എടുത്തിട്ടൊന്നും ഇങ്ങനെ ചുറ്റിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ മീൻ പൊടിഞ്ഞു പോകാതെ കിട്ടും. നമ്മുടെ ചാള മുളകിട്ടത് ഏകദേശം ആയിട്ടുണ്ട്. കണ്ട, ഒന്നും പൊടിഞ്ഞു പോവാതെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. മീനുകളൊക്കെ പൊടിഞ്ഞു പോവാതെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ട് ചൂട് പോയതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ നോക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടേ. ഒന്നുകൂടെ നമുക്ക് തണുത്തതിന് ശേഷം ഒന്നുകൂടെ നമുക്ക് നോക്കാൻ പറ്റും. ചൂട് പോയിട്ടുണ്ട് നമ്മുടെ മുളകിട്ട ചാളക്കറി. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ന് കഴിക്കുന്നതിനെക്കാട്ടിലും നല്ലത് നാളെ എടുത്ത് കഴിക്കുമ്പോഴായിരിക്കും ഇത് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇതിന് ഉണ്ടാവും. നല്ല നല്ല ചാളക്കറിയായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ.